എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെയ്യാത്ത 3 എയർ ഡ്രോപ്പുകൾ, അതിൻ്റെ വാല്യൂ ആണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓൾമോസ്റ്റ് കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് അത്യാവശ്യം നല്ല എയർ ഡ്രോപ്പാണ് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചെയ്ത ആൾക്കാർക്കൊക്കെ നല്ല ബെനിഫിറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ എയർ ഡ്രോപ്പ് അലേർട്ട് എന്ന് പറയുന്ന ഒരു പേജാണ്, ഒരു ഹിന്ദി യൂട്യൂബറൊക്കെ നിൽക്കുന്ന ഒരു പേജാണ്. സോ പുള്ളിക്ക് എം ഇ എന്ന് പറയുന്ന ഇന്ന് ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്തൊരു ടോക്കണാണ് എം ഇ. ഒരു ടോക്കണിൻ്റെ വാല്യൂ $30 വരെ പോയി. സോ $30 ആൾക്കാർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നല്ല. പക്ഷേ ഈ പുള്ളിക്ക് കിട്ടിയ ടോക്കൺ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2833 ടോക്കൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. 2833 ടോക്കൺസ്. സോ ഇത് കുറേ നാൾ മുന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാർ. അതൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്, NFT-യുടെയൊക്കെ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് ഈ മാജിക് ഈഡൻ എന്ന് പറയുന്നത്. ഞാൻ ചെയ്തിട്ടില്ല. സോ കുറച്ച് നാളായി വന്ന് ഞാൻ ചെയ്തിട്ടില്ല. സോ 2833 ടോക്കൺ നിങ്ങളൊരു $10 വെച്ച് കൂട്ടി നോക്കി, എറൗണ്ട് $28,000 ഒരു എയർ ഡ്രോപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഒരു എയർ ഡ്രോപ്പിൽ നിന്ന്. സോ എയർ ഡ്രോപ്പുകൾ എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ ഒരു ലിറ്റിലായിട്ട് എടുക്കാതെ നിങ്ങൾ നല്ല എയർ ഡ്രോപ്പുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇനി അടുത്തൊരു എയർ ഡ്രോപ്പ് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് എയർ ഡ്രോപ്പ് യൂഷ്വൽ, ഇതും ഞാൻ ചെയ്തിട്ടില്ല. ഇത് കുറച്ച് നാൾ മുമ്പേ കൊടുത്തതാണ്. നമ്മുടെ എല്ലാവരുടെയും എയർ ഡ്രോപ്പ് കിങ് എന്നൊക്കെ അറിയപ്പെടുന്ന ക്രിപ്റ്റോ തെലുങ്കിന് കിട്ടിയ എയർ ഡ്രോപ്പാണ്. അതായത് അറൗണ്ട് 10,000 ടോക്കണാണ് പുള്ളിക്ക് കിട്ടിയത്. അതിൽ ഏകദേശം ആ ഒരു ടോക്കണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ $7,000 ഉണ്ട്. $7,000 ആലോചിച്ച് നോക്കിയേ. അതോടൊപ്പം പുള്ളിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് 609 ടോക്കൺ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തു, കാരണം അവിടെ സ്റ്റേക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ $10,320 ആണ് കേട്ടോ. ഇൻറ്റു 80 വെച്ച് കൂട്ടിയാൽ തന്നെ 8 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും ഈ ഒരു എയർ ഡ്രോപ്പ്. സ്റ്റോറി പ്രോട്ടോക്കോളിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ ഇത് തീർന്നായിരുന്നു, അതിൻ്റെ എല്ലാം കഴിഞ്ഞു. മിറ്റോസിൻ്റെ ടെസ്റ്റ് നെറ്റ് നടക്കുന്നുണ്ട്. സോ നിങ്ങൾ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം ഒരു നെക്സസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നെറ്റ് നടക്കുന്നുണ്ട്. 13-ാം തീയതി തീരും. സോ ഈ ടെസ്റ്റ് നെറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഈ എയർ ഡ്രോപ്പ് കിട്ടുന്നത്. ഇനി ഒരു എയർ ഡ്രോപ്പ് ഉണ്ട്, മൂവ് എന്ന് പറയുന്ന ടോക്കൺ. സോ ഈ മൂവ് എന്ന് പറയുന്ന ടോക്കണും ഏകദേശം അത്യാവശ്യം വലിയൊരു എമൗണ്ട് ഇവർക്ക് എല്ലാവർക്കും കിട്ടി. ഇപ്പോൾ ഈ ക്രിപ്റ്റോ തെലുങ്കിനാണെങ്കിലും അത്യാവശ്യം വലിയ ഇതിൽ കിട്ടി. ഈ എയർ ഡ്രോപ്പ് എന്നൊക്കെ പറയുമ്പോൾ റെഫറൽസ് ഇല്ല, ഇൻഫ്ലുവൻസ് അലോക്കേഷൻ ഇല്ല, ഒരു കുന്തവും ഇല്ല. ചുമ്മാ ചെയ്യുന്നവർക്ക് അവരങ്ങ് കൊടുക്കും. സോ ഇത് കണ്ടോ, മൂവ് എത്ര കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് ഓരോ മൂവ് ടോക്കണാണ് കൊടുത്തത്. 2,500, 3,500 മൂവ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ 2,500 ടോക്കണാണ് കിട്ടിയിട്ടുള്ളത്. 2,500 ടോക്കൺ എന്ന് പറയുമ്പോൾ അത് ഇന്നലെ റേറ്റ് കൂടിയെന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. അറൗണ്ട് 1.14 വരെ എത്തി. 2,000 ടോക്കണിന് അറൗണ്ട് $2,500 ഒക്കെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 എയർ ഡ്രോപ്പാണ്. സോ ഈ 3 എയർ ഡ്രോപ്പും അത്യാവശ്യം നല്ല രീതിക്ക് കമ്മ്യൂണിറ്റിക്ക് കൊടുത്ത ഒരു ടോക്കണാണ്. അതിൽ സുപ്രയാണ് ഏറ്റവും എമൗണ്ട് കുറഞ്ഞത്. പക്ഷേ മൂവിന് $7 ബില്യൺ FDV വന്നിട്ടുണ്ട്. ഹൈപ്പാണ് സത്യം പറഞ്ഞാൽ. ചെയ്തില്ല എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു പ്രോജക്റ്റ് ഹൈപ്പർ എത്ര എയർ ഡ്രോപ്പ് കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഈ ഒരു ക്രിപ്റ്റോ തെലുങ്കിനല്ല, ഞാൻ എയർ ഡ്രോപ്പ് അഡ്വഞ്ചർ എന്ന് പറയുന്ന ഒരു പേജുണ്ട്. സോ പുള്ളിക്ക് കിട്ടി കാണിച്ചു തരാം. പുള്ളിക്ക് 102 ME ആണ് കിട്ടിയിട്ടുള്ളത്. സോ കറണ്ട് പ്രൈസ് $6 വെച്ച് 102 കിട്ടിയാൽ പോലും $600 മുകളിൽ പോകും. സോ $600 മുകളിൽ അത് വലിയൊരു കാര്യമാണ്. സോ ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ, അത്യാവശ്യം വലിയൊരു വാല്യൂ തന്നെയാണ് $600 മുകളിൽ. ഞാൻ കാണിച്ചു തരാം. അതിന് നെക്സ്റ്റ് പുള്ളിക്ക് കിട്ടിയത് അതുകൊണ്ട് 49-നാണ്. 10,000 കിട്ടിയ ക്രിപ്റ്റോ തെലുങ്കിനെ ഇപ്പോൾ ഏകദേശം അറൗണ്ട് $7,000 ഉണ്ടെങ്കിൽ 49,000 യൂഷ്വലിൻ്റെ അലോക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക്. $19,000 എങ്ങനെ പോലും ഈ ഒരൊറ്റ എയർ ഡ്രോപ്പിൽ തന്നെ പുള്ളിക്ക് കിട്ടിക്കാണും. ഇനി നെക്സ്റ്റ് ഞാൻ നോക്കുവാണ്. സയോൺ 1004 സയോൺ കിട്ടിയിട്ടുണ്ട്. സയോൺ എനിക്കും കിട്ടിയിട്ടുണ്ട്. എനിക്ക് വെറും 50 സയോണാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 50 സയോണിന് എനിക്ക് അറൗണ്ട് $300 ഞാൻ വിറ്റു. ഇതൊന്ന് ചിന്തിച്ച് നോക്കി, $6 1000. സോ $6,000 ഇതാ വീണ്ടും ആയിട്ടുണ്ട്. സയോണിനൊന്നും $1 പോലും മുടക്ക് വന്നിട്ടില്ല. സയോണ്, മൂവ്മെൻറ്റ്, ഇതിനൊന്നും $1 പോലും നമ്മൾ മുടക്കിയിട്ടില്ല. ചുമ്മാ വെച്ചിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സയോണിൽ. ചുമ്മാ ടെസ്റ്റ് നെറ്റ് ചെയ്തിട്ട്. പിന്നെ നിങ്ങൾ ചെയ്തില്ല എന്നുള്ളത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. അതൊന്നും എൻ്റെ കാര്യമല്ല. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം ചെയ്തിട്ടില്ല. എനിക്ക് പറ്റുന്നുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി കുറച്ചുകൂടെ നോക്കിയിട്ട് നല്ല എയർ ഡ്രോപ്സ് ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്യാം. ഞാൻ ഇനി ഒരു എയർ ഡ്രോപ്പും കൂടെ കാണിച്ചു തരാം. ഹൈപ്പർ എത്ര ഈ ഒരു എയർ ഡ്രോപ്പ് അഡ്വഞ്ചർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് ഹൈപ്പർ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഹൈപ്പർ അത്യാവശ്യം എന്താ നോക്കിയാൽ 3028 ഹൈപ്പർ ടോക്കൺ ആണ് കിട്ടിയിട്ടുള്ളത്. അത് ഹൈപ്പ് എന്ന് പറയുന്നത് 3028 ടോക്കൺ.
എറൗണ്ട് $11,000 അന്ന് അത് റിലീസ് ചെയ്ത സമയത്ത്, അതായത് എയർ ഡ്രോപ്പ് കിട്ടിയ സമയത്ത്. പുള്ളി അത് സെല്ല് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ന് ഒരു ടോക്കണിന് $14 ഉണ്ട്. നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയാൽ മതി. 3000 ടോക്കണിന് എങ്ങനെ പോയാലും ഒരു 40,000 $45,000 എയർ ഡ്രോപ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഒരു വർഷത്തിൽ ഒരു ഒന്നോ രണ്ടോ എയർ ഡ്രോപ്പ് 40,000 $50,000 ഒക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ചെറിയ കാര്യമല്ല. അത്യാവശ്യം വലിയ എമൗണ്ടാണ് അത്യാവശ്യം. പിന്നെ അത് നിങ്ങൾക്കിപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഒരു 50,00,000 കിട്ടണ സമയത്ത് നിങ്ങൾക്ക് ടാക്സ് കൊടുത്തൂടെ? ഇത് കുറേ ആൾക്കാർ എയർ ഡ്രോപ്പ് ചെയ്ത് എനിക്ക് വലിയ എമൗണ്ട് കിട്ടിയാൽ ഗവൺമെന്റിന് ഞാൻ ടാക്സ് കൊടുക്കണ്ടേ? എടേയ്, 1,00,00,000 കിട്ടണ സമയത്ത് നിങ്ങൾക്കൊരു 35,00,000 രൂപ ടാക്സ് കൊടുത്തിട്ട് ബാക്കി 70,00,000 രൂപ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണ് പറ്റുന്നത്. അല്ലാതെ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഓ എനിക്ക് നാളെ 1,00,00,000 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് 30,00,000 ഗവൺമെന്റിന് എങ്ങനെ ടാക്സ് കൊടുക്കും? ഇങ്ങനെ ചിന്തിച്ചിട്ട് കുറേ ആൾക്കാർ ഇതൊന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യും. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി അടുത്ത ഞാൻ ഈ പറഞ്ഞ കണക്ക് മിറ്റോസിസ് വരുന്നുണ്ട്. സോ മിറ്റോസിസ് മിസ് ചെയ്ത് കളയണ്ട. മിറ്റോസിസ് ഓൾറെഡി കുറച്ച് നാളായി മാർക്കറ്റിൽ നിൽക്കുന്ന അവരുടെ ടെസ്റ്റ് നെറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ പറ്റുമെങ്കിൽ മിറ്റോസിസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരുപാട് ഇങ്ങനത്തെ പേജുകളുണ്ട് ട്വിറ്ററിൽ. നോക്കിയിട്ട് ഞാൻ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു 2-3 പേജസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചുമ്മാ പോയിട്ട് എല്ലാ പേജസിലും പോയി എയർ ഡ്രോപ്പ് ചെയ്തിട്ട് പല പേജസും ഈ പറയുന്ന സ്കാമുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പേജസ് ആയിരിക്കും. സോ നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള പേജസ് നോക്കുക. ഞാനിപ്പോൾ ക്രിപ്റ്റോ തെങ്ക്, എയർ ഡ്രോപ്പ് അഡ്വഞ്ചർ, എയർ ഡ്രോപ്പ് ഡെയിലി അങ്ങനെയുള്ള ഒരു 3-4 പേജസ് മാത്രമാണ് ഞാൻ നോക്കുന്നത്. സോ ഈ ഒരു 2-3 പേജസ്, പിന്നെ ക്രിപ്റ്റോ മലയാളം ഞാനത് നോക്കാറുണ്ട്. ക്രിപ്റ്റോ മലയാളം അത്യാവശ്യം നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ പുള്ളി മലയാളത്തിൽ ചെയ്യുന്നുണ്ട്. പുള്ളി എടുക്കുന്ന എഫേർട്ട് സത്യം പറഞ്ഞാൽ പല പ്രോജക്റ്റുകളും അതിൻ്റെ ഒരംശം പോലും നിങ്ങളാരും ചെയ്യുന്നില്ല. ഇപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ഈ പറയുന്ന പല എയർ ഡ്രോപ്പ് ചെയ്യുമ്പോഴും ഇപ്പോൾ എനിക്കാണെങ്കിലും പുള്ളിക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. പിന്നെ പല ആൾക്കാരുടെയും വിചാരം എന്ന് പറയുന്നത് റഫറൽ എന്തോ വലിയ സംഭവം കിട്ടുമെന്നാണ്. ഇവിടെ മലയാളത്തിൽ ചെയ്യുന്ന യൂട്യൂബേഴ്സിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം 100, 150 റഫറൽ. അതിനപ്പുറം ഈ 1000, 10,000 ഒന്നും കിട്ടത്തില്ല. നിങ്ങൾ ഈ പോയിട്ട് ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക് ഇങ്ങനെയുള്ളവരുടെയൊക്കെ പോയിട്ട് അവരുടെ റഫറലൊക്കെ ചെയ്തിട്ട് നിങ്ങളൊടുക്കം ലാസ്റ്റ് എയർ ഡ്രോപ്പ് കിട്ടിയില്ലെങ്കിൽ എനിക്കറിയാം മലയാളിയാണ് അവൻ അന്നേ ഉടായിപ്പാണെന്ന് പറഞ്ഞ് നമ്മളെ യൂട്യൂബിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും റെഫറലൊന്നും ഇല്ലാതെ നമ്മൾ എന്തുമാത്രം ചെയ്യുന്നതെന്നറിയാമോ? പിന്നെ യൂട്യൂബ് ഒന്നും വലിയൊരു എമൗണ്ട് ഒന്നും തരുന്നില്ല. ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ എനിക്ക് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് വേറെ ഒരു സോഴ്സിനെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം എമൗണ്ടിന് വേണ്ടി. അല്ലാതെ ഈ ചാനലൊന്നും ഞാൻ ക്വിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇടയ്ക്ക് കുറേ പേര് ചോദിക്കുകയാണ്, ബ്രോ എന്താ വീഡിയോ ചെയ്യാത്ത ഇടയ്ക്ക്? ടൈം കിട്ടുന്നില്ല. ടൈം കിട്ടുന്ന അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം യൂട്യൂബിൽ നിന്നൊന്നും ഒരു ഇൻകവും ഇല്ല. ഇപ്പോൾ ഇടയ്ക്ക് ഒരു എയർ ഡ്രോപ്പ് കിട്ടുന്ന സമയത്ത് ഞാൻ ആ എയർ ഡ്രോപ്പിൻ്റെ ഫണ്ട് എടുത്തിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോയിൽ നിൽക്കുന്നത്. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒരു റെഗുലർ ഇൻകത്തിനായിട്ട് എനിക്ക് വേറെ മെയിൻ സ്ട്രീം ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഞാൻ ഈ പറയുന്ന പല പേജസ് ആണെങ്കിലും അവരുടെ മെയിൻ സ്ട്രീം ജോബൊക്കെ കഴിഞ്ഞിട്ടാണ് വന്ന് ചെയ്യുന്നത്. സോ നോക്കട്ടെ, ഞാൻ ഇനി പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. എനിക്ക് എന്തായാലും ഇനി വരാൻ നോക്കുന്നത് ഇനി ഏതൊക്കെ എയർ ഡ്രോപ്പ് വരുമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ 1-2 എയർ ഡ്രോപ്പ് ഉണ്ട്. ഇപ്പം മിറ്റോസിസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലിനിയ ഓൾറെഡി എല്ലാം കഴിഞ്ഞായിരുന്നു. ഇനി വരുന്ന പുതിയ ഇപ്പം നെക്സസ് വരുന്നുണ്ട്. സോ അങ്ങനെ അതൊക്കെ അതിൻ്റെതായ സമയത്ത് നിങ്ങൾ ചെയ്യുക. സ്റ്റോറി പ്രോട്ടോക്കോൾ കഴിഞ്ഞു. സ്റ്റോറി പ്രോട്ടോക്കോൾ 29 ബാഡ്ജ് നിങ്ങൾക്ക് മിൻറ്റ് ചെയ്യണമായിരുന്നു. അതെ, ടെസ്റ്റ് നെറ്റൊക്കെ വളരെ ഫ്രീ ആണ്. ടെസ്റ്റ് നെറ്റിനൊക്കെ നിങ്ങൾ ഒരു പോലും മുടക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് നെറ്റൊക്കെ ചെയ്യാൻ പറ്റും. സോ പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ഇരുന്ന് പഠിച്ച് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് തന്നെയാണ്. ആരും വന്ന് നിങ്ങളെ പഠിപ്പിച്ച് തരത്തില്ല. സോ ഈ എയർ ഡ്രോപ്പ് ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കോഴ്സോ കാര്യങ്ങളോ ഒന്നും മാർക്കറ്റിലില്ല. ഇപ്പോൾ ട്രേഡിംഗ് പഠിപ്പിക്കാനായിട്ട് ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇപ്പം ഞാൻ ഇടയ്ക്ക് എയർ ഡ്രോപ്പിൻ്റെ ഒക്കെ കോഴ്സസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് ബേസിക് നോളജൊക്കെ ഒരുപാട് പേർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ഒരുപാട് നെഗറ്റിവിറ്റി വന്നിട്ടുണ്ട്. ഇതൊക്കെ യൂട്യൂബിലുണ്ടെന്ന് പറഞ്ഞാൽ ആരും നോക്കി പഠിക്കാനൊന്നും പോണില്ല. ഫാക്റ്റ് അതാണ് ഞാൻ പറയുന്നത്. 100-ൽ 1-2 പേര് മാത്രമാണ് പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യൂട്യൂബിൽ ഈ സ്കൂളിൽ പോകേണ്ട ആവശ്യം എന്തിനാണ്? എല്ലാം യൂട്യൂബിലുണ്ടല്ലോ. ഇപ്പോഴത്തെ സാറന്മാരെല്ലാം യൂട്യൂബിലല്ലേ എടുക്കുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് സ്കൂളിലൊക്കെ പോയി പഠിക്കുന്നത്? സോ നമ്മളെ ഒരാൾ ഫോഴ്സ് ചെയ്ത് അങ്ങനെയൊക്കെ പഠിച്ചാൽ മാത്രമേ ഒരുപാട് പേർക്ക് പഠിക്കുള്ളൂ. അല്ലാതെ 1-2% ആൾക്കാർ മാത്രമാണ് യൂട്യൂബിൽ പോയിട്ട് ജെന്യുവിനായിട്ട് നോക്കിയിട്ട് എനിക്കിത് ചെയ്യണം എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. സോ അപ്പോൾ അന്ന് ഞാൻ ഈ പറയുന്ന കോഴ്സൊക്കെ എടുത്ത സമയത്ത് കുറച്ച് പേർക്ക് അതിന് യൂസ്ഫുൾ ആയിട്ടുണ്ട്. കുറച്ച് പേര് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേർക്കൊക്കെ കിട്ടുന്നുമുണ്ട്. പിന്നെ അത് വീണ്ടും വീണ്ടും ചെയ്യുക. ഈ 30-40 പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ സയോൺ എന്നൊക്കെ പറയുന്ന പ്രോജക്റ്റ് ഞാൻ ഫെബ്രുവരിയിൽ ചെയ്തതാണ്. അതിൻ്റെ എയർ ഡ്രോപ്പ് വന്നത് എപ്പോഴാണ്? ഡിസംബറിൽ. ലിനിയ ഞാൻ ചെയ്തത് എന്നാണ്? കഴിഞ്ഞ വർഷം തൊട്ട് ചെയ്തു വരുവാണ്. സോ ഇതേപോലെ തന്നെയാണ് നമുക്ക് ഇത് കുറേ നാൾ മുന്നേ നമ്മളിപ്പോൾ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന എയർ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ മിറ്റോസിസും കുറേ നാളുകൊണ്ട് മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്ന എയർ ഡ്രോപ്സ് ആയിരിക്കും ഈ പറഞ്ഞ 2025 വരാൻ പോകുന്നത്. പിന്നെ മാർക്കറ്റ് അനുസരിച്ചിരിക്കും ഈ പ്രോജക്റ്റ് എങ്ങനെയാണ്, പ്രോജക്റ്റിൻ്റെ സപ്ലൈ എന്താണ്. പിന്നെ കുറേ ആൾക്കാർ പറയും നമ്മളൊരു പ്രോജക്റ്റ് പരിചയപ്പെടുത്തി ആ പ്രോജക്റ്റ് ഉടായിപ്പാവുന്നത് ആ യൂട്യൂബറിനെയും കൂടെ കുറ്റം പറയണമെന്ന്. ഇപ്പം നെക്സസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് വരുന്നു. ഈ പ്രോജക്റ്റിനെ പറ്റി എനിക്കൊന്നും അറിഞ്ഞൂടാ. എൻ്റെ ഒരു
ഫ്രീ ആയിട്ട് ഒരു എയർ ഡ്രോപ്പ് വരുമ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ പ്രോജക്റ്റിന്റെ ഓണർ നാളെ ഇതിനെ എടുത്തോണ്ട് പോവോ, ഈ പ്രോജക്റ്റ് സ്കാം ആവോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. സോ അതിന്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം ചെയ്യാൻ. അതായത് നമുക്ക് വലിയ ഹെവി ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു സെക്കൻഡറി വാലറ്റ് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മെയിൻ സ്ട്രീം അല്ലാത്തൊരു മെയിൽ അഡ്രസ്സ് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അല്ലെങ്കിൽ അതെല്ലാം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസ്ക് നിങ്ങൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യുക. അല്ലാതെ ഈ പറയുന്ന ഒരു പ്രൊജക്റ്റ് നാളെ നിർത്തിപ്പോയി, ഒരു ടോക്കൺ നാളെ ഡംപായിപ്പോയി, ഇതൊക്കെ പറയുന്ന കേട്ടതൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുതിയ പ്രോജക്റ്റ് അടിച്ചിറക്കിയിട്ട് ഞാൻ തന്നെയാണ് അതിനെ ഡംപ് ചെയ്യുന്ന പോലെയാണ് ഓരോ ആൾക്കാരുടെയൊക്കെ സംസാരം. അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ മലയാളികൾ എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഒരു വലിയ ലെവലിലോട്ട് പോകാത്തത്. ഒട്ടുമിക്ക ഇതിൽ ഒരുപാട് മലയാളികളുണ്ട് അത്യാവശ്യം നല്ല ഫണ്ട് ഏൺ ചെയ്തിട്ട് സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റി തന്നെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എനിക്ക് കിട്ടാത്ത പല ടോക്കൺസും അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അവരെല്ലാം സൈലന്റ് ആയിട്ട് അവരൊന്നും മെയിൻ സ്ട്രീമിൽ വരാതെ അവരൊക്കെ അവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നുണ്ട്. ഈ ഒന്നും ചെയ്യാതെ കുറേ ആൾക്കാരാണ് വന്നിട്ട് കമന്റ് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. കാരണം കുറച്ച് നാളായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. ഇനി ഞാൻ അടുപ്പിച്ച് കുറച്ച് വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. കുറച്ച് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എനിക്കെന്ന് പറയുമ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിന് എനിക്ക് സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പക്ഷേ എനിക്ക് മെയിൻ ക്യാമറ ഓണാക്കി വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നല്ലൊരു മാർക്കറ്റാണ് വരുന്നത്. നിങ്ങൾ എടുക്കേണ്ട കുറച്ച് മെഷേഴ്സാണ് എനിക്ക് ഇനി നെക്സ്റ്റ് 1-2 വീഡിയോസ് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഓൾറെഡി ഒരു കോഴ്സ് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കുറച്ച് വീഡിയോസ് ചെയ്യാനുണ്ട്. കാരണം ഞാൻ ഓൾറെഡി എനിക്ക് ടൈം കിട്ടുന്നില്ല. അത് തന്നെയാണ് മെയിൻ കാര്യം. ടൈം കിട്ടുന്നില്ല. അപ്പോൾ മാക്സിമം ഞാനിനി ഉള്ള ടൈമിൽ ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. പിന്നെ അറിയാലോ നിങ്ങൾക്ക്, എനിക്കിപ്പോൾ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എനിക്ക് ആയ കാലത്തും വളരെ കുറവായിരുന്നു. കാരണം നമുക്കൊരു റെഗുലർ ആയിട്ടൊരു ഇൻകം ഉണ്ടെങ്കിൽ ശരി, നമുക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞിരിക്കാം എല്ലാം കാര്യങ്ങളും നോക്കിയിട്ട്. ഇപ്പോൾ യൂട്യൂബിലെ ഇപ്പോൾ എൻ്റെ ചാനലിൽ ഇപ്പോൾ 10K അടിക്കാനായിട്ട് വീഡിയോ കാണുന്ന പകുതി പേരും സബ്സ്ക്രൈബ് ചെയ്യത്തില്ല. വീഡിയോ ചുമ്മാ കണ്ടിട്ട് അവരങ്ങ് പോവുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സ്ചേഞ്ച് വന്നിട്ട് കുറച്ച് എന്തെങ്കിലും ഒരു ട്രേഡിംഗ് കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒക്കെ തരണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സബ് വേണം. സബ് ഇല്ലാതെ അവരൊന്നും ആ വഴിക്ക് പോകും. പിന്നെ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ 2000 രൂപയ്ക്ക് 1000 രൂപ, അവരൊക്കെ ഈ പറയുന്നത് 1000 രൂപ തരാം, 2000 രൂപ തരാം ഒരു വീഡിയോ, എന്നെ കിട്ടത്തില്ല അതിന്. അപ്പം ഞാൻ പറയും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ കളഞ്ഞിട്ട് പോകും. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ജെനുവിൻ സോഴ്സ് ആണെങ്കിൽ ഓക്കെ ശരി നമുക്ക് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ഒരു $100 വന്നിട്ട് ബ്രോ ഒരു ട്രേഡിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്, ഇത്ര പേര് നമുക്ക് ആ ഒരു എക്സ്ചേഞ്ചിലേക്ക് ട്രേഡിംഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ജെനുവിനായിട്ട് പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴതൊന്നുമില്ല. ഇപ്പം എല്ലാം ഉടായ്പ വരുന്ന ടീമുകളാണ്. അതുകൊണ്ട് ഞാൻ മുക്കാലും എടുത്ത് കളയാറുണ്ട്. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ പ്രൊമോഷനും വേണ്ട, ഒരു കുന്തവും വേണ്ട. സത്യം പറഞ്ഞാൽ പ്രൊമോഷനൊന്നും വേണ്ടി ചെയ്യാനല്ല ഞാൻ ഒരു ചാനൽ തുടങ്ങിയത്. എനിക്ക് പ്രൊമോഷനൊന്നും വേണ്ട. എനിക്ക് റാൻഡമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു പോകണം. അതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഈ ചാനലിൽ നിങ്ങൾ ലാസ്റ്റ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ റെയറായിട്ടുള്ളത് മാത്രമേ പ്രൊമോഷനായിട്ട് വന്നിട്ടുള്ളൂ. അതും ഇപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് വല്ല എക്സ്ചേഞ്ചും വന്നു കഴിഞ്ഞാൽ അതും ഞാൻ വ്യക്തമായിട്ട് പറയാറുണ്ട്. ഈ എക്സ്ചേഞ്ച് ഒന്നും എത്ര നാൾ നിൽക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ എക്സ്ചേഞ്ചിൽ നിങ്ങൾ ഫണ്ട് ഇടുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ഇടാനെന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. ഇപ്പോൾ കുറേ വേറെ ആൾക്കാരുണ്ട്. അവരൊന്നും ഒരു ഇതും മുൻകരുതലോ കാര്യങ്ങളോ ഒന്നും പറയാതെ അവർ പറഞ്ഞിട്ട് പോകുന്നതിന് അവർക്കൊക്കെ നല്ല കമൻസാണ്. ഇപ്പോൾ സ്കാം മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ചാനൽസ് എനിക്കറിയാം. അവരുടെയൊക്കെ കമൻസിൽ നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് ബ്രോ, തകർക്ക്, നല്ല രീതിയിൽ ചെയ്തു ബ്രോ, ബ്രോ ചെയ്തുകൊണ്ട് എനിക്ക് അത് കിട്ടി ഇത് കിട്ടി എന്നൊക്കെ പറഞ്ഞുള്ള കമൻസാണ്. ഞാനൊക്കെ ഒരു വീഡിയോ ഇട്ടാൽ നിങ്ങൾ ചെയ്തുകൊണ്ടാണ് എൻ്റെ പൈസ പോയത്, നിങ്ങളാണ് ദുരന്തം എന്നൊക്കെ പറഞ്ഞ് വരുന്ന കമൻസാണ്. സോ എത്രയും നമ്മൾ എത്രമാത്രം നെഗറ്റിവിറ്റി ഇഗ്നോർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ സംടൈംസ് നമുക്കും നെഗറ്റീവ് ആവാറുണ്ട്. സോ ഇതൊരു അവസരം വന്നപ്പോൾ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. സോ നിങ്ങൾ നോക്കിയിട്ട് നെക്സ്റ്റ് നല്ല എയർ ഡ്രോപ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഒരുപാട് പഠിക്കാൻ നോക്കുക. നല്ല മാർക്കറ്റാണ്. എപ്പോഴും ഇതേപോലത്തെ എയർ ഡ്രോപ്പും കാര്യങ്ങളും ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. നല്ലൊരു ടൈമാണ്. മാക്സിമം മാർക്കറ്റിൽ നിന്ന് ഏൺ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടർന്ന് ഇതേപോലത്തെ നല്ല വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഒന്ന് അറിയിക്കണം തോന്നി. കാരണം ഇത്രയും വലിയ എയർ ഡ്രോപ്പ് നമ്മുടെ മാർക്കറ്റിൽ കൊടുത്ത സമയത്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയണം. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾ അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റുമായി കാണും വരെ സലാം.